القبر لا أم هناك ولا أب شفيق ولا أخ يؤنسني وهالني صورة في العين إذ نظرت من هول مطلع ما قد كان أدهشني من منكر ونكير ما أقول لهم قد هلني أمرهم جدا فأفزعني وأقعدوني وجدوا في سؤالهم ما لي سواك إلهي من يخلصني فامنن علي بعفو منك يا أملي فإنني مثق بالذنب مرتهني. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസത്തെ അവൻ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് ഈ റമളാൻ നമ്മിൽ നിന്ന് വിട പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി അന്ത്യസമയത്തിന്റെ വലിയ അടയാളങ്ങളായി പറയപ്പെട്ടിട്ടുള്ള 10 അടയാളങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസുകളുടെയും പിൻബലത്തോടുകൂടി 9ഓളം ദർസുകളിലായിക്കൊണ്ട് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇവിടെ പ്രത്യേകം ഞാൻ ഈ ദർസുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിന്റെ മുന്നേ സംഭവിക്കുമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾ മാത്രമാണ് നാം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനു മുന്നെയായിക്കൊണ്ടുമുള്ള മറ്റു ചില സംഭവങ്ങൾ, കാര്യങ്ങൾ, അത് ധാരാളമായി വേറെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിലേക്കൊന്നും നാം തൽക്കാലം പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല സഹോദരങ്ങളും എന്താണ് ആ ഒരു കാര്യം സൂചിപ്പിക്കാതിരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കാതിരുന്നത് എന്നൊക്കെ അവർക്ക് ചില സംശയങ്ങളോ ആശങ്കയോ ഉണ്ടാവാം. നാം ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട പ്രവാചകൻ പഠിപ്പിച്ച ആ 10 അടയാളങ്ങൾ മാത്രമാണ് നാം വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ ദർസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ സമാനമായ വിഷയങ്ങളിൽ ഇനിയും ദർസുകളുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളിന്റെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ ആരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അത്തരം വിഷയങ്ങൾ കൂടി നാം പ്രതിപാദിക്കുന്നതാണ്.
ആ ഒരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് നാം മറ്റു ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ആമുഖത്തിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. നാം യൂട്യൂബിൽ ഇതിന്റെ ലൈവ് കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ പ്രീമിയർ ലൈവായി നാം കൊടുക്കുമ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മ്യൂസിക് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. അപ്പോൾ പല ആളുകളുടെയും സംശയം ആ മ്യൂസിക് ഇതിന്റെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ആളുകൾ നൽകുന്നതാണ് ആ മ്യൂസിക് എന്നാണ് പല ആളുകളും ധരിച്ചിട്ടുള്ളത്. എന്നാൽ അവരോട് പറയാനുള്ളത് അത് നാം ചേർക്കുന്നതല്ല, അത് യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കലി അത് വരുന്നതാണ്. നമുക്കതിലൊന്നും ചെയ്യാനില്ല. കാരണം മ്യൂസിക് ഹറാമാണ് എന്ന് ഒട്ടനവധി ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക് അത് ദഅ്വാ രംഗത്തും അല്ലാത്ത മേഖലയിലും ഒന്നും പാടില്ല എന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് നാം. എന്നാൽ നമ്മുടെ പരിധിയിൽ വരാത്ത ചില വിഷയങ്ങൾ അത് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, അൽഹംദുലില്ലാഹ് നാം പുതിയ ഒരു സീരീസ് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ആരംഭിക്കുകയാണ്. അവന്റെ മഹത്തായ അനുഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കിത് പൂർത്തീകരിക്കുവാനും സാധിക്കും ഇൻഷാ അല്ലാഹ്. ബർസഖ്, 6 അടി മണ്ണിൽ നമ്മെ കാത്തുനിൽക്കുന്നത്, ബർസഖിയായ ലോകത്തെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുമെല്ലാം ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് നാം. നമുക്കറിയാം എത്രമാത്രം ഗൗരവത്തോടുകൂടിയാണ് അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങൾ നാം മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് എന്നത്. ദജ്ജാലിന്റെ വരവ്, യഅ്ജൂജ് മഅ്ജൂജിന്റെ വരവ്, ദാബത്തുൽ അർള് പ്രത്യക്ഷപ്പെടൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ, ഇങ്ങനെ തുടങ്ങി പലതും നമ്മൾ വിശദീകരിച്ചു. അതിന്റെയൊക്കെ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടു. പക്ഷേ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? ഈ പറയപ്പെട്ട പരീക്ഷണങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ നാം ഫേസ് ചെയ്യേണ്ടി വരികയില്ല, നാം അഭിമുഖീകരിക്കേണ്ടി വരികയില്ല. ഒരു പക്ഷേ ദജ്ജാൽ വരുന്നതിന് മുമ്പ് നാം മരിച്ചുപോയേക്കാം. യഅ്ജൂജ് മഅ്ജൂജ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പെല്ലാം ഒരു പക്ഷേ നാം മരണപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് തന്നെ അതൊന്നും നാം കണ്ടുകൊള്ളണം എന്നില്ല. പക്ഷേ മരണവും മരണാനന്തര ജീവിതവും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരാൾക്കും സാധ്യമല്ല. അതിന് പ്രത്യേക കാലതാമസമുണ്ട്. അതിന്ന സന്ദർഭത്തിലാണ് വരിക. ഉദാഹരണത്തിന് ദജ്ജാൽ വന്നെങ്കിലേ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരികയുള്ളൂ എന്നത് ഉറപ്പായ കാര്യമാണല്ലോ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ യഅ്ജൂജ് മഅ്ജൂജ് വരും എന്നത് നമുക്ക് ഉറപ്പാണല്ലോ. അതുകൊണ്ട് അത് നമുക്ക് പിന്നീട് ആണ് എന്ന് പ്രതീക്ഷിക്കുകയെങ്കിലും ചെയ്യാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മരണം നമുക്ക് ഒരിക്കലും ആ നിലക്ക് കണക്കാക്കാൻ പറ്റാത്തതാണ്. ഏത് നിമിഷത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ്, ഏതു ദിവസത്തിലാണ് നാം മരിച്ചു പോവുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ നാം ഉച്ചയോടുകൂടി ഒരു പക്ഷേ 6 അടി മണ്ണിൽ കബറടക്കം ചെയ്യപ്പെട്ടേക്കാം. ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന നമ്മൾ നാളെ പ്രഭാതമാകുമ്പോഴേക്ക് നാം 6 അടി മണ്ണിൽ എത്തിച്ചേർന്നേക്കാം. ആർക്ക് പറയാൻ കഴിയും 6 അടി മണ്ണിലേക്കുള്ള നമ്മുടെ യാത്രയുടെ വിദൂരം എത്രയാണ് എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഉറപ്പായിട്ടും നാം ഓരോരുത്തരും ഫേസ് ചെയ്യേണ്ടുന്ന ലോകമാണ്, അഭിമുഖീകരിക്കേണ്ടുന്ന ലോകമാണ് ബർസഖിയായ ലോകം, ഖബറിടം, മരണം എന്നൊക്കെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഇത്രയും നാൾ ചർച്ച ചെയ്ത അന്ത്യസമയത്തിന്റെ വലിയ അടയാളങ്ങളെക്കാളെല്ലാം പ്രധാനപ്പെട്ടത് നമ്മുടെ മരണം തന്നെയാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ എന്നാണ് എന്ന് ചോദിച്ച പല വ്യക്തികളോടും
പല സ്വഹാബത്തിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിന്റെ മരണം എപ്പോഴാണോ അപ്പോഴാണ് നിന്റെ അന്ത്യസമയം എന്നാണ്. കാരണം അന്ത്യസമയം എന്നത് ലോകത്തിന് മാത്രമല്ല, ഓരോ വ്യക്തികൾക്കുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ അന്ത്യം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പ്രവാചകൻ പറയാറുണ്ട് സ്വഹാബത്തിനോട്, നിങ്ങളുടെ ആയുസ് തീരുന്നതെപ്പോഴാണോ അന്നാണ് നിങ്ങളുടെ അന്ത്യസമയം. എന്നാൽ ആയുസ് തീർന്നു പോകുന്നത് എപ്പോഴാണ് എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ലെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ അന്ത്യസമയം, നമ്മുടെ സാഅത്ത് വന്നേക്കാം. അതുകൊണ്ട് വളരെ ഗൗരവപൂർവം നാം പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ് ബർസഖ് എന്ന വിഷയം. മരണവുമായി, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഖബറിലെ വിജയപരാജയങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും ഈ ദർസുകളെ വളരെ ഗൗരവത്തോടുകൂടി താൽപര്യത്തോടുകൂടി കേൾക്കുകയും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ പരിചയത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഒരു ദർസിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഏറെ പ്രാധാന്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ചെറിയ മുഖവുരയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നാം നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബർസഖ്, 6 അടി മണ്ണിൽ നമ്മെ കാത്തിരിക്കുന്നത് എന്ന വിഷയത്തിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് പുരോഗമിക്കുക. ഈ ഒരു തലവാചകം ബർസഖ്, എന്താണ് ഇങ്ങനെ ഒരു തലവാചകം നൽകാനുള്ള കാരണം? പരിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 99-100 വചനങ്ങളാണ് ബർസഖ് എന്ന പേരിന്റെ, അതല്ലെങ്കിൽ ആ തലവാചകത്തിന്റെ ആധാരം. നമുക്ക് പരിശോധിക്കാം എന്താണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു, അങ്ങനെ അവർക്ക്, അതല്ലെങ്കിൽ അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ, ഖാല, അവർ പറയുന്നു, റബ്ബിർജിഊൻ, അല്ലാഹുവേ ഞങ്ങളെ നീ മടക്കേണമേ, ഞങ്ങളെ നീ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കേണമേ. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നു കഴിഞ്ഞാൽ, ഖാല, അവർ പറയുന്നു, റബ്ബി, ഞങ്ങളുടെ രക്ഷിതാവേ, ഇർജിഊൻ, ഞങ്ങളെ നീ മടക്കണമേ, ജീവിതത്തിലേക്ക് മടക്കണമേ. ലഅല്ലി അഅമലു സാലിഹൻ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം. ഫീമാ തറക്തു, നേരത്തെ ഞാൻ ഉപേക്ഷ വരുത്തിയ, ഞാൻ വീഴ്ച വരുത്തിയ, ഞാൻ ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാം. അതുകൊണ്ട് അല്ലാഹുവേ നീ എന്നെ ജീവിതത്തിലേക്ക് മടക്കണമേ എന്ന് മനുഷ്യർക്ക് മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ അവർ പറയുമെന്നാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും ഒരു വർത്തമാനം മാത്രമാണ്, അവൻ പറയുന്ന ഒരു വർത്തമാനം മാത്രമാണ്. ജീവിതത്തിലേക്ക് മടക്കിയാൽ പോലും അവൻ വാഗ്ദത്തം പാലിച്ചുകൊള്ളണമെന്നില്ല. കാരണം അവസരങ്ങൾ എമ്പാടും അവന് നൽകപ്പെട്ടിട്ടുണ്ട്. പല പരീക്ഷണങ്ങളും അവന് ഉണ്ടായിട്ടുണ്ട്. പരീക്ഷണങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ അവൻ പറയും, ഞാൻ നന്നായി കൊള്ളാം. എന്നാൽ പരീക്ഷണങ്ങൾ മാറിയാലോ അവൻ വീണ്ടും പഴയതിലേക്ക് തന്നെ തിരിച്ചു പോയതായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. പല ആളുകളും ചോദിക്കുന്നത്, എന്തിനാണ് പരീക്ഷണങ്ങൾ, എന്തിനാണ് കൊറോണ വൈറസ്, എന്തിനാണ് കോവിഡ്-19, ഇതൊക്കെ എന്തിനാണ് കാരുണ്യവാനായ റബ്ബ് നൽകുന്നത് എന്നതാണ്. അവൻ കാരുണ്യവാനായതുകൊണ്ടാണ് അവൻ അത്തരത്തിലുള്ള ശിക്ഷകളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ നമ്മെ പിടികൂടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മടങ്ങുവാൻ വേണ്ടി, നമ്മുടെ ദുർബലത നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആല സർവശക്തനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എന്നിട്ട് നന്നായി തീരാൻ വേണ്ടി. പക്ഷെ പരീക്ഷണങ്ങൾ കടുക്കുന്ന സന്ദർഭത്തിൽ പല വാഗ്ദാനങ്ങളും പറയുമെങ്കിലും പരീക്ഷണങ്ങൾ മാറിയാൽ നമ്മളുടെ അവസ്ഥ മാറുകയില്ലേ? ഇപ്പോൾ കോവിഡ്-19, അതുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൌൺ, അക്ഷരാർത്ഥത്തിൽ മനുഷ്യർ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്.
നാം ഒക്കെ റബ്ബിനോട് പറയുന്നുണ്ട്, അല്ലാഹുവേ, ഞങ്ങളിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ, ഇനി ഞങ്ങൾ നല്ലവരായി ജീവിക്കാം. പക്ഷെ ഈ പ്രയാസങ്ങളൊന്ന് നീങ്ങുകയും പഴയ അവസ്ഥയിലേക്ക് നമ്മുടെ നാട്, നമ്മുടെ ഭൂമി തിരിച്ചു പോവുകയും ചെയ്താൽ നമ്മിൽ എത്ര പേർ വാക്കുപാലിക്കുന്ന ആളുകളായി ഉണ്ടാകും? അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് എത്രയാണ് അജല് വേണ്ടത്, അവൻ എത്ര സമയം കൊടുക്കണം എന്ന് നമ്മേക്കാൾ അറിയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബിനാണ്, നമ്മുടെ രക്ഷിതാവിനാണ്. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവൻ അറിയില്ലേ കാര്യങ്ങൾ? അപ്പോൾ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനറിയാം നമ്മുടെ അവസ്ഥ എന്താണ്, ഇന്നെന്താണ്, നാളെ എന്താണ്, നാം പറഞ്ഞ വാക്ക് പാലിക്കുന്നതുമായി നമ്മുടെ നിലപാടെന്താണ് എന്നൊക്കെ അള്ളാഹുവിന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കല്ല, വേണ്ട, നിങ്ങൾ അങ്ങനെ പറയണ്ട. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതവൻ പറയുന്ന വെറും ഒരു വർത്തമാനം മാത്രമാണ്, അത് നടക്കാൻ പോകുന്നില്ല. ഇനി അല്ലാഹു മടക്കി കൊടുത്താൽ പോലും അവൻ നല്ല ഒരു മാർഗം സ്വീകരിക്കുകയുമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവന്റെ പിറകിൽ അഥവാ മരണത്തിന് ശേഷം ബർസഖുൻ, ഒരു ബർസഖുണ്ട്, ഇലാ യൗമി യുബഅസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളുവരെ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളുവരെ ഒരു ബർസഖുണ്ട് എന്നാണ്. എന്താണ് ബർസഖ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഭാഷാ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാം. അൽ ബർസഖു അൽ ഹാജിസു അവിൽ ഹായിലു ബൈന ശൈഇൻ, രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള ഒരു മറ, അതല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു വസ്തുവിനാണ് യഥാർത്ഥത്തിൽ ബർസഖ് എന്ന് പറയുന്നത്. മറയാണത്. അതല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെ വേർതിരിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥലമോ സ്ഥാനമോ സമയമോ, അതിനൊക്കെ ബർസഖ് എന്ന് പറയാവുന്നതാണ്. ഉദാഹരണത്തിന് സൂറത്തുർ റഹ്മാൻ 19-ാമത്തെ വചനത്തിൽ 19-20 വചനങ്ങളിൽ കാണാം, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, രണ്ട് സമുദ്രങ്ങളെ അല്ലാഹു ഒഴുക്കിവിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുൻ, അവക്ക് രണ്ടിനുമിടയിൽ ഒരു ബർസഖ് ഉണ്ട്, ഒരു മറയുണ്ട്. ലാ യബ്ഗിയാൻ, അതുകൊണ്ട് അവർ പരസ്പരം കൂടിച്ചേരുകയില്ല. ഒന്ന് ഉപ്പുജലവും മറ്റൊന്ന് ശുദ്ധജലവും, അവക്കിടയിൽ ഒരു ബർസഖ് ഉണ്ട്, ഒരു മറയുണ്ട്, അതുകൊണ്ട് അവ കൂടിച്ചേരുകയില്ല. അപ്പോൾ ബർസഖ് എന്ന് പറഞ്ഞാൽ രണ്ടു കാര്യങ്ങൾക്കിടയിലുള്ള, രണ്ടു സംഗതികൾക്കിടയിലുള്ള ഒരു മറയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമാണ്, അതല്ലെങ്കിൽ ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 100-ാമത്തെ ആയത്ത്, വമിൻ വറാഇഹിം, അവരുടെ പിറകിലുണ്ട് അഥവാ മരണത്തിന് ശേഷമുണ്ട്, ബർസഖുൻ, ഒരു കാലതാമസം, ഒരു ഇടവേള, ഒരു പ്രത്യേക സ്ഥാനം. ഏതുവരെ? ഇലാ യൗമി യുബഅസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഖിയാമത്ത് നാളുവരെ. അതുകൊണ്ട് തന്നെ ബർസഖ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. മാ ബൈനൽ മൗതി വൽ ബഅസ്, ശ്രദ്ധിക്കുക. ബർസഖ് എന്ന് പറഞ്ഞാൽ മാ ബൈനൽ മൗതി വൽ ബഅസ്, മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനുമിടയിലുള്ള ആ ഒരു കാലഘട്ടത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിലുള്ള കാലഘട്ടത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടം നാം കഴിച്ചുകൂട്ടുന്നത് എവിടെയാണോ അതെല്ലാം എന്താണ്? ബർസഖാണ്. നാം തഫ്സീറുകളിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അൻ മുജാഹിദിൻ ഖാല അൽ ബർസഖ് മാ ബൈനൽ മൗതി ഇലൽ ബഅസ്, മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള സമയത്തിന്, ആ ഒരു ഇടവേളക്ക് പറയുന്ന പേരാണ് ബർസഖുൻ.
അല്ലമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, വഖാല മുഹമ്മദ് ഇബ്നു കഅബ് അൽ ബർസഖു മാ ബൈന ദുനിയ വൽ ആഖിറ. ദുനിയാവിനും ആഖിറത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിനാണ്, ആ ഒരു സ്ഥലത്തിനാണ്, ആ ഒരു സ്ഥാനത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. ലൈസൂ മഅ അഹ്ലി ദുനിയ യഅകുലൂന വയശ്റബൂൻ. ദുനിയാവിലുള്ള ആളുകളുടെ കൂടെയല്ല, അവരിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ട്. തിന്നുകൊണ്ടും കുടിച്ചുകൊണ്ടും ദുനിയാവിന്റെ ആളുകളുടെ കൂടെയല്ല അവരുള്ളത്. അതേപോലെ തന്നെ വല മഅ അഹ്ലിൽ ആഖിറതി യുജാസൗന ബിഅഅമാലിഹിം. എന്നാൽ ആഖിറത്തിന്റെ ആളുകളുടെ കൂടെ എത്തിയിട്ടില്ല, അഥവാ ആഖിറത്തിൽ എത്തിയിട്ടുമില്ല. ദുനിയാവിൽ നിന്ന് പോയിട്ടുണ്ട്, ആഖിറത്തിൽ എത്തിയിട്ടുമില്ല. അപ്പോൾ ദുനിയാവിൽ നിന്ന് പോയി ആഖിറത്തിൽ എത്തുന്നതിന് മുമ്പ് മനുഷ്യൻ കഴിച്ചുകൂട്ടുന്ന സ്ഥലമാണ്, ആ ഒരു കാലഘട്ടത്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബർസഖ് എന്ന് പറയുന്നത്. അപ്പോൾ ബർസഖ് എന്ന് പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കുക, മരണത്തിനും ഖിയാമത്ത് നാളിനും ഇടക്കുള്ള സമയത്തിനും സന്ദർഭത്തിനും നാം അപ്പോൾ നിലകൊള്ളുന്ന സ്ഥാനത്തിനുമാണ് ബർസഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നാം പറഞ്ഞു, നമ്മുടെ തലക്കെട്ട് ഇങ്ങനെയാണ്, ബർസഖ് 6 അടി മണ്ണിൽ നമ്മെ കാത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ബർസഖ് എന്ന് പറഞ്ഞാൽ 6 അടി മണ്ണാണോ, മണ്ണിനടിയിലുള്ള ആ സ്ഥലത്തിനാണോ ബർസഖ് എന്ന് പറയുക? അത് നാം ആമുഖത്തിൽ തന്നെ വിശദീകരിക്കുകയാണ്. പൊതുവെ മനുഷ്യർ മരിക്കുകയും മറമാടപ്പെടുകയുമാണ് ചെയ്യുന്നത്, അതാണ് പൊതുവായ രീതി. അതുകൊണ്ടാണ് നാം അതിനെ അങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാവരും ഖബറടക്കം ചെയ്യപ്പെടണമെന്നില്ല, അവർക്ക് ബർസഖില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കളെല്ലാം തന്നെ ബർസഖ് എന്ന് പറഞ്ഞിടത്ത് ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല? ഖബറിൽ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള കാലഘട്ടം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു പക്ഷേ ഖബറിലാകാം, അല്ലെങ്കിൽ ലഹദിലാകാം. ലഹദ് എന്ന് പറഞ്ഞാൽ ഖബറിന്റെ തന്നെ മറ്റൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഒരാൾ ആകാശലോകത്ത് വെച്ച് കത്തിക്കരിഞ്ഞ് ചാമ്പലായിപ്പോയി എന്ന് കരുതുക, അന്തരീക്ഷത്തിൽ പാറിപ്പോയി. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബർസഖ് അവിടെയാണ്. അതേപോലെ തന്നെ ഒരാൾ കടലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു, വെള്ളത്തിൽ അലിഞ്ഞുപോയി ശരീരം, അല്ലെങ്കിൽ മത്സ്യം അയാളെ വയറ്റിലാക്കി, വിസർജ്യമായി അതിനെ പുറന്തള്ളി, മറ്റു ഭാഗങ്ങൾ മത്സ്യത്തിന്റെ ശരീരത്തിലായി, എന്നാലും അയാളുടെ ബർസഖ് അവിടെയാണ്. ഒരാളെ ഏതെങ്കിലും സിംഹമോ കടുവയോ പുലിയോ കടിച്ചു കീറി തിന്നു, എങ്കിലും അയാൾക്കുമുണ്ടൊരു ബർസഖ്. ഒരാൾ ബോംബ് സ്ഫോടനത്തിലോ മറ്റോ കത്തിക്കരിഞ്ഞ് ചാമ്പലായി, അല്ലെങ്കിൽ ഒരാളെ തീ കത്തിച്ച് വെണ്ണീറാക്കിയതിന് ശേഷം സമുദ്രത്തിലോ പുഴയിലോ ഒഴുക്കിക്കളഞ്ഞു, എന്നാലും അവർക്കൊക്കെ ബർസഖുണ്ട്. അപ്പോൾ ബർസഖ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ മറമാടപ്പെട്ട ആളുകൾക്ക് മാത്രം ഉള്ള ഒരു ലോകമല്ല, മരിച്ചവർക്കെല്ലാമുള്ള ലോകമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് മരിച്ചാലും, ലോകത്തിന്റെ ഏത് സാഹചര്യത്തിൽ മരിച്ചാലും, ഏതെല്ലാം രൂപങ്ങളിൽ മരിച്ച് ശരീരം ഛിന്നഭിന്നമായാലും അവർക്കെല്ലാം ഫേസ് ചെയ്യേണ്ടുന്ന ലോകമാണ് ബർസഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം കഴിവുള്ളവനുമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَمِنْ آيَاتِهِ خَلْقُ السَّمَاوَاتِ وَالْأَرْضِ وَمَا بَثَّ فِيهِمَا مِنْ دَابَّةٍ وَهُوَ عَلَى جَمْعِهِمْ إِذَا يَشَاءُ قَدِيرٌ. وَمِنْ آيَاتِهِ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഖൽഖു السَّمَاوَاتِ وَالْأَرْضِ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. മഹാത്ഭുതമല്ലേ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്? وَمَا بَثَّ فِيهِمَا مِنْ دَابَّةٍ, ആകാശങ്ങളിലും ഭൂമിയിലും അവൻ ജീവജാലങ്ങളെ വിന്യസിച്ചിരിക്കുന്നു. രണ്ടിലും, ആകാശങ്ങളിലുമുണ്ട് ഭൂമിയിലുമുണ്ട്, രണ്ടിലും ജീവജാലങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഉറപ്പിച്ചു പറയുന്നു. മനുഷ്യൻ അത് കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെയെല്ലാം ജംഇ ചെയ്യാൻ അല്ലാഹുവിന് സാധിക്കും. ഇവരെയെല്ലാം ജംഇ ചെയ്യാൻ അല്ലാഹുവിന് സാധിക്കും. കാരണം ഒരു ജീവവസ്തു എന്നത്, അതല്ലെങ്കിൽ ഒരു ജീവി എന്നത്, അത് കാണാൻ പറ്റുന്ന, മനുഷ്യന് കാണാൻ പറ്റുന്ന ഒരു രൂപമുണ്ടെങ്കിലേ അതൊരു ജീവവസ്തു ആവൂ എന്നില്ല. നമുക്കറിയാം ബാക്ടീരിയകളും വൈറസുകളും
ബാക്ടീരിയകളും വൈറസുകളും ഒന്നും നമ്മുടെ കണ്ണുകൊണ്ടുപോലും കാണാൻ പറ്റാത്തതാണ്. പക്ഷേ അവയെല്ലാം ജൈവലോകത്തുള്ള വസ്തുക്കൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് ഒരു വസ്തുവിന് ജീവൻ ഉണ്ടാകണം, അതല്ലെങ്കിൽ അതിനെ ഒരുമിച്ച് കൂട്ടണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ളവനാണ്. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ ഈ മഹാപ്രപഞ്ചത്തിലെ നിസ്സാരമായ കണ്ണുകൊണ്ടോ ഈവൻ സാധാരണ മൈക്രോസ്കോപ്പ് കൊണ്ടുപോലുമോ കാണാൻ കഴിയാത്ത അതിനേക്കാൾ സൂക്ഷ്മമായ ജീവജാലങ്ങളെയും അതേപോലെ തന്നെ അതിനേക്കാൾ വലിയ വലിയ ജീവജാലങ്ങളെയുമെല്ലാം ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും സംഘടിപ്പിച്ച് ഒരുമിച്ച് കൂട്ടുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സമുദ്രങ്ങളിൽ അലിഞ്ഞുപോയാലും അന്തരീക്ഷത്തിൽ കാറ്റിൽ പറന്നുപോയാലും എവിടെ ആയാലും ശരി, അല്ലാഹു അവൻ സൃഷ്ടിച്ച ജീവികളെ വീണ്ടും ഒരുമിപ്പിച്ചു കൂട്ടാൻ കഴിവുള്ളവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 148-ാമത്തെ ആയത്തിൽ കാണാം, ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളെ എല്ലാവരെയും കൊണ്ടുവരും. അവിടെ കൃത്യമായി മനസ്സിലാക്കുക, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും. അതിന് ഇന്ന ഒരു സ്ഥലം അല്ലാഹുവിന് നിബന്ധനയില്ല, അതിന്റെ ആവശ്യവും അല്ലാഹുവിനില്ല. ഖബറിലാണെങ്കിൽ കൊണ്ടുവരും, ഇല്ലല്ലോ. ഇനി ഖബറിലും മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അവിടെ മറമാടപ്പെട്ടതുപോലെ മുഴുവൻ ശരീരമായി നിലകൊള്ളുകയാണോ ഖബറിൽ? ഒരിക്കലുമല്ല. അവിടെ മണ്ണോട് മണ്ണ് ചേരും. നമ്മുടെ എല്ലുകൾ പോലും ഒരുപാട് കാലം കഴിഞ്ഞാൽ നുരുമ്പിച്ച് മണ്ണായി തീരും. ഒരു സംശയവും വേണ്ടതില്ല. ഒരുപക്ഷേ വളരെ പഴയ ഖബർ നമ്മൾ തുറന്നു നോക്കിയാൽ ഒരു പൊടി, ഒരു അംശം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ അള്ളാഹു അവിടെ നിന്ന് മനുഷ്യനെ കൊണ്ടുവരില്ലേ? ഉണ്ട്. എന്നിരിക്കെ സമുദ്രത്തിൽ മരിച്ചുപോയവർ എന്തു ചെയ്യും? കത്തിച്ചിട്ട് വെണ്ണീറായി അത് ജലത്തിൽ ഒഴുക്കിക്കളഞ്ഞാൽ എന്തു ചെയ്യും? മൃഗങ്ങൾ തിന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാവട്ടെ, യഅതി ബികുമുല്ലാഹു ജമീഅ, നിങ്ങളെ മുഴുവൻ അല്ലാഹു കൊണ്ടുവരും, ഒരാളും ഒഴിഞ്ഞു പോവുകയില്ല. എന്താണ് കാരണം? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖലാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് മനുഷ്യന്റെ കഴിവ് വെച്ച് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കരുത്. അല്ലാഹു അതിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനും മഹാനുമാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപദേശം അതാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 16-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണിയോളം നിസ്സാരമായ, അല്ലെങ്കിൽ ഒരു അണുവോളം നിസ്സാരമായ കാര്യമാകട്ടെ, ഫതകൂ ഫീ സഖറ, അതൊരു വലിയ പാറയുടെ ഉള്ളിൽ വെച്ച്, അല്ലെങ്കിൽ ഔ ഫിസ് സമാവാത്ത്, ഈ മഹാ ആകാശലോകങ്ങളിൽ എവിടെയെങ്കിലുമാകട്ടെ ആ മിസ്കാല് ദർറത്തുള്ളത്, ഔ ഫിൽ അർദി, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലുമാകട്ടെ, യഅതി ബിഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലതീഫാണ്, ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനും ഏറ്റവും ഗോപ്യമായതിലേക്ക് തന്റെ ശ്രദ്ധ എത്തിപ്പെടുന്നവനും ദയാലുവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മിസ്കാല് ദർറത്ത്, അതൊരു പാറയുടെ ഉള്ളിലാകട്ടെ, ആകാശലോകത്ത് എവിടെയാകട്ടെ, ഭൂമിയിൽ എവിടെയാകട്ടെ, അല്ലാഹു കൊണ്ടുവരും. ഇതാണ് ഒരു മുസ്ലിമിന്റെ അഖീദ. അതുകൊണ്ടാണ് തന്റെ പ്രിയ മകനെ ചെറിയ പ്രായത്തിലാണെങ്കിൽ പോലും ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ്. അതേത് വസ്തുവിനെയും കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. അള്ളാഹുവിൽ നിന്ന് ഒന്നുപോലും വിട്ടുപോവുകയില്ല. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ മിസ്ഖാല് ദർറത്ത് പോലും അള്ളാഹുവിനോട് വിട്ടുപോവുകയില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയായിരുന്നാലും മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നതാണ്. സൂറത്തു യാസീൻ 36-ാം അധ്യായം 78-ാമത്തെയും 79-ാമത്തെയും വചനം ഒരു മറുപടി കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ എങ്ങനെ ഒരുമിപ്പിച്ചു കൂട്ടും എന്ന സത്യനിഷേധികളുടെ ചോദ്യം അല്ലാഹു ഉദ്ധരിക്കുന്നു. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു, അവൻ നമുക്കൊരു ഉപമ പറഞ്ഞിരിക്കുന്നു.
അവന്റെ സൃഷ്ടിപ്പിന് അവൻ മറന്നുപോവുകയും ചെയ്തിരിക്കുന്നു. ഖാല, എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. എല്ലുകൾ ഒരുമിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരുമിപ്പിച്ചു കൂട്ടുന്നവൻ ആരാണ്? ആർക്ക് കഴിയും അതിന്? എല്ലുകളൊക്കെ ഒരുമിപ്പിച്ച് മണ്ണായിപ്പോയി, പിന്നെ എങ്ങനെ അതിൽ നിന്നൊരു ജീവി വരും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യൻ മറന്നുപോയിരിക്കുന്നു. വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പിന് അവൻ മറന്നുപോയി. ഖുൽ, നബിയെ മറുപടി പറയണം അവരോട്, യുഹ്യീഹല്ലദീ അൻശഅഹ അവ്വല മറ. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതാരാണ്? നിങ്ങളാണോ? അല്ല, അല്ലാഹു അല്ലേ സൃഷ്ടിച്ചത്. എങ്കിൽ അവൻ തന്നെ നിങ്ങളെ വീണ്ടും കൊണ്ടുവരും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ തരം സൃഷ്ടിപ്പും അറിയുന്നവനാണവൻ. നോക്കൂ, മനുഷ്യന്റെ ഉത്ഭവം എങ്ങനെയാണ്? മനുഷ്യർ സ്രവിക്കുന്ന ബീജഗണങ്ങളിൽ നിന്ന്. ബീജത്തെ നമ്മൾ കാണുന്നുണ്ട്, സ്രവത്തെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ബീജഗണങ്ങളെ കാണണമെങ്കിൽ അങ്ങേയറ്റത്തെ പവർഫുള്ളായിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ കാണുകയുള്ളൂ. നാം ശ്രവിക്കുന്ന 200 കോടിയിലധികം വരുന്ന ബീജങ്ങളിൽ വളരെ നിസ്സാരമായ ഒരു ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാവുന്നത്. കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത അത്രയും നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്ന് മനുഷ്യനെന്ന മഹാത്ഭുതത്തെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന അള്ളാഹുവിന് സുബ്ഹാനഹു വ തആല, അവന് മനുഷ്യനെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ലെന്നോ? അവന് ഏത് ജീവിയുടെ വയറ്റിൽ ഒടുങ്ങിയാലും എന്താണ്? മനുഷ്യൻ ഉണ്ടായത് തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കുന്ന ഒരു സ്രവത്തിൽ നിന്നല്ലേ ഉണ്ടായത്? എന്നിരിക്കെ മറ്റു ജീവജാലങ്ങൾ തിന്നാലോ ഭൂമിയിൽ മണ്ണോട് മണ്ണ് ചേർന്നാലോ എന്തു പ്രശ്നം? ആദ്യ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നല്ലേ? മണ്ണിൽ നിന്നല്ലേ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്നിരിക്കെ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ തരം സൃഷ്ടിപ്പിനെ കുറിച്ചും അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ഖബറിൽ മറമാടപ്പെട്ട ആളുകളുടെ വിഷയത്തിൽ നമുക്ക് അംഗീകരിക്കാമെങ്കിലും കടലിൽ മരിച്ചവരും അന്തരീക്ഷത്തിൽ വെച്ച് കത്തിച്ചാമ്പലായവരുമെല്ലാം അവർക്ക് ബർസഖുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്, ഒരു സംശയവും വേണ്ടതില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് ബർസഖ് എന്ന് പറയുമ്പോൾ നാം 6 അടി മണ്ണിൽ നമ്മെ കാത്തു നിൽക്കുന്നത് എന്നത് പൊതുവായി എല്ലാവരും മനസ്സിലാക്കിയ ഭൂരിപക്ഷം ആളുകളും മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യത്തെ സാമാന്യവൽക്കരിച്ചു പറഞ്ഞതാണ്. അതേ സന്ദർഭത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന, അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ലോകമാണ് ബർസഖ്. ആ ബർസഖിന്റെ ലോകത്ത് നമ്മെ കാത്തു നിൽക്കുന്നത് അത് 6 അടി മണ്ണിലാവാം, സമുദ്രത്തിലാകാം, അന്തരീക്ഷത്തിലാകാം, എവിടെയാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മണ്ണിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. മാത്രമല്ല, അതിൽ മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അന്തരീക്ഷത്തിൽ കത്തിച്ചാമ്പലായാലും വെള്ളത്തിലൊഴുക്കിയാലും സമുദ്രത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അതെല്ലാം ആത്യന്തികമായി വീണ്ടും എത്തിച്ചേരുന്നത് മണ്ണിലേക്ക് തന്നെയാണ്, ഭൂമിയിലേക്ക് തന്നെയാണ്. ഭൂമിക്ക് പുറത്തേക്ക് പോകുന്നില്ല. ശ്രദ്ധിക്കുക, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. അത് സമുദ്രത്തിലാകട്ടെ, സമുദ്രത്തിലെ മത്സ്യമാകട്ടെ, കാടുകളിലെ ജീവജാലങ്ങളാകട്ടെ, അന്തരീക്ഷമാകട്ടെ, എല്ലാം ഭൂമിയുമായി ചേർന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ. ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ മടക്കും, അവിടെ നിന്ന് തന്നെ കൊണ്ടുവരും. അപ്പോൾ ഭൂമിയിലേക്ക് ആത്യന്തികമായി എവിടെ വെച്ച് മരിച്ചാലും അവർ ഭൂമിയിലേക്ക് ചെന്നു ചേരുന്നുണ്ട്. അപ്പോൾ നാം കാണുന്ന, നാം തന്നെ കുഴിക്കുന്ന ഖബർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അള്ളാഹു മറ്റൊരു രൂപത്തിൽ മനുഷ്യനെ മണ്ണിലേക്ക്, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആ കാര്യത്തിലും സംശയമില്ല. എന്നിരിക്കെ ബർസഖിന്റെ ലോകം എന്നത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് നാം നമ്മെ ആ ലോകത്ത് കാത്തിരിക്കുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ അതെന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. ഏത് നിമിഷവും നാം ആ ഒരു ലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. എപ്പോൾ എന്ന് പറയാൻ കഴിയാത്ത ഏക യാത്രയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണം.